ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഉല്ലാസയാത്രയിൽ പോകാൻ പോവുകയാണ്. മാമലക്കണ്ട മൂന്നാറാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. ഒരു 2 ഡേയ്സ് ട്രിപ്പാണ്. രാവിലെ 4 മണിക്ക് പുത്തനത്താണ് ഇന്ന് നമ്മൾ യാത്ര തിരിച്ചു. അങ്ങനെ ഫസ്റ്റ് ഹോൾട്ട് ഉണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ചാലക്കുടിയിലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് റിഫ്രഷ് ആയതിന് ശേഷം തിരിച്ച് നമ്മൾ വണ്ടിയിൽ കയറി. മലപ്പുറം ഡിപ്പോയുടെ പാക്കേജിലാണ് നമ്മളെല്ലാവരും വന്നത്. അപ്പോൾ ഒരുപാട് പേരെ കാണാൻ വേണ്ടി പറ്റി. പല സ്ഥലത്തു നിന്ന് വന്ന പല ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചയോടെ അടുക്കാരായപ്പോൾ നമ്മൾ തട്ടേക്കാട് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയിരുന്നു. അവിടുന്ന് കുറച്ച് സമയം പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കാലൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ യാത്ര തിരിച്ചു. അപ്പോൾ ഈ പോയിണ്ടായിരുന്ന വഴി ഒരു സ്പെഷ്യൽ റൂട്ടായിരുന്നു. അതുകൊണ്ട് KSRTC മാത്രമേ ആ വഴി കൂടെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ചെറിയ പാത്തായിരുന്നു, അത് ചെറിയ റോഡായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ KSRTC തട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം KSRTCനെ വെച്ച് അളവുണ്ടാക്കി റോഡ് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു വ്യൂ പോയിന്റിലൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം ഈ പാലൊക്കെ ശരിക്കും KSRTCയുടെ അതേ വിട്ടേ ഉള്ളൂ. പലയിടത്തും KSRTCയുടെ കളർ കുറേ കാണാം, പെയിൻറ്റ് മതിലുകളിലെല്ലാതും ഒരഞ്ഞ് പോയതിൻ്റെ പാടുകൾ കുറേ കാണാം. അങ്ങനെ നമ്മൾ കുറേ ദൂരം കാട്ടിലൂടെ സഞ്ചരിച്ച് പിന്നെ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ ഉണ്ടായിരുന്നത് മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളായിരുന്നു. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂളായിരുന്നു. മാണിക്യക്കല്ല് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ ആണ് ഇത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതിനേക്കാട്ടിലും ഭംഗിയായിരിക്കും ഒരു മഴക്കാലം സമയത്ത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാതും മരങ്ങളെല്ലാം ഭയങ്കര ഉണങ്ങി ഒരു ശോചനീയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ അല്ലാത്ത സമയത്ത് നല്ല ഭംഗിയാണ്. അതിലൂടെ ഒരു നീർച്ചാലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒന്ന് കഴിച്ച് കുറച്ച് നേരം അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഭയങ്കര വെയിലായിരുന്നു. തിരിച്ച് നമ്മൾ വണ്ടി കയറി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മൂന്നാറിലോട്ടാണ്. ഓൺ ദ വേയിൽ നമ്മൾ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് ഹോൾട്ട് ചെയ്യും. അത്ര കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്ര നേരം ഭയങ്കര ഉണങ്ങിയ വ്യൂ ആയിരുന്നു രണ്ട് സൈഡിലും ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര തുടർന്ന സമയത്ത് നമ്മൾ പച്ചപ്പിലേക്ക് പോകുന്ന പോലെ പിന്നെ 4 സൈഡിലും നമുക്ക് നല്ല പച്ചപ്പായിരുന്നു കാണാനുണ്ടായിരുന്നത്. കുറേ ഏലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ നമ്മൾ ഈ റൂട്ടിലൂടെ KSRTC മാത്രമേ പോവുള്ളൂ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതുവരെ മൂന്നാർ പോയപ്പോൾ ഈ റൂട്ടിലൂടെ പോയിട്ടേ ഇല്ല. അങ്ങനെ നമ്മൾ മൂന്നാറെത്തി. കാപ്പിത്തോട്ടം കണ്ടപ്പോൾ തന്നെ ചായത്തോട്ടം കണ്ടപ്പോൾ തന്നെ അതിൻ്റെ വൈബെല്ലാം മാറി, കുറച്ച് തണുപ്പെല്ലാം വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ കുറച്ചെടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം കണ്ടില്ലേ, ഈ പലയിടത്തും നമ്മൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കണം, കാരണം അത്രയും ചെറിയ റോഡായിരിക്കും. അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രശ്നമുള്ള ഭാഗം കഴിയുന്നവർ നമ്മളൊന്ന് മാറി. അങ്ങനെ ഒരിടത്ത് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നുള്ളൂ. ഞങ്ങളുടെ ഡ്രൈവർ വാസ് സോ സ്കിൽഡ്. അയാൾ ഭയങ്കര ഡ്രൈവിംഗ് ആയിരുന്നു. അതുപോലെ നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയി വൈകുന്നേരം ആയപ്പോഴേക്കും മൂന്നാറെത്തി. ഫസ്റ്റ് നമ്മൾ ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് പോയത്. ഞാൻ ഇതുവരെ മൂന്നാറിലൊന്നും ബൊട്ടാനിക്കൽ ഗാർഡൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ആയിരുന്നു. കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ അവിടെ ഒരു 7 മണി 7:30 സമയത്ത് ഒരു വാട്ടർ ലൈറ്റ് ഷോ ഉണ്ട്. അപ്പോൾ അത് കാണണം എന്നുള്ള ഇൻറ്റൻഷനിലാണ് നമ്മളെല്ലാവരും അവിടെ ഇറങ്ങിയത്. അങ്ങനെ കുറച്ച് അതിലൂടെയൊക്കെ നടന്ന് ഇരുട്ടി തുടങ്ങി. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ചില പൂക്കളൊക്കെ കണ്ടു. അങ്ങനെ കുറച്ച് അവിടെ റിലാക്സ് ചെയ്ത് നടന്നപ്പോഴേക്കും ഈ സമയമാകുമ്പോഴേക്കും ഭയങ്കര തണുപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വിൻ്റർ ക്ലോത്ത്സ് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തലയിലിടാനുള്ള ചെറിയ സ്കാർഫൊക്കെ വാങ്ങിയ ശേഷം കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തപ്പോൾ അവിടെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട്. പല ഭാഷകളിലുള്ള പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മലയാളം പാട്ട് ഞാൻ കുറച്ച് റെക്കോർഡ് ചെയ്തിരുന്നു. അത് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ലൈറ്റ് ഷോ എല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പ്ലാനായി. പൈതവേ, ഈ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അത് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ KSRTC ഡിപ്പോയിലേക്കാണ് വന്നത്. ഇന്ന് നമ്മുടെ നൈറ്റ് സ്റ്റേ KSRTCയുടെ ഉള്ളിലാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെയായിരിക്കും ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ റൂമെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങനത്തെ ബസ്സുകളുടെ ഉള്ളിലായിരുന്നു. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. നല്ല ഡിന്നറായിരുന്നു. ഞങ്ങൾ ഡിപ്പോൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടൽ ഞങ്ങൾക്ക് അവർ തന്നെ സജസ്റ്റ് ചെയ്തതാണ്. അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് അത് കൂടെ പുറത്തിലൂടെയൊക്കെ നടന്ന് തണുപ്പ് സഹിക്കാൻ വയ്യാതെയപ്പോൾ ഞങ്ങൾ റൂമിൽ കയറി. ഇതാണ് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് KSRTCയുടെ ആ പുതിയ ഡബിൾ ഡക്കർ ബസ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂം ടൂർ കാണിച്ചു തരാം. അപ്പോൾ ഈ KSRTC ബസ്സിൻ്റെ ഉള്ളിലായിരുന്നു നമുക്ക് ഇന്നത്തെ സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 16 പേഴ്സണെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു KSRTC ആണ് ഇത്.
അപ്പൊ അതിലൊരു കോമൺ സ്പേസ് ഉണ്ട്, 2 സൈഡിലേക്കും 8 പേർക്ക് കിടക്കാൻ പറ്റുന്ന റൂമാണ്. അപ്പൊ ബർത്തുകളാണ് ഉള്ളത്. പൊതുവെ ലേഡീസും ജെന്റ്സിനും വെവ്വേറെയാണ്. ഇതിലിപ്പോ ഞങ്ങൾ കുറച്ചധികം കപ്പിൾസ് ഉണ്ടായതുകൊണ്ട് കപ്പിൾസിനെ എല്ലാവരെയും ഒരു സെക്ഷനിലേക്ക് ആക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക് മെയിൽ ഫീമെയിൽ എല്ലാവർക്കും ഒപ്പം കിടക്കാം എന്നുള്ള ഒരു പ്രൊവിഷൻ കിട്ടി. അങ്ങനെ ഞങ്ങളുടെ റൂം ഇതായിരുന്നു, ഞങ്ങളുടെ ബെഡ് ഈ കാണിച്ചതായിരുന്നു. അങ്ങനെ ഒരു കർട്ടൻ ഉണ്ട്, അത്യാവശ്യം ചാർജിങ് പോയിന്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഫാനിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഭയങ്കര തണുപ്പാണ്. AC ഓൾറെഡി അവിടെ ഉണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ലൈറ്റ് എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അധികം വർത്താനൊന്നും പറയാതെ വേഗം മേലൊഴുകി ഡ്രസ്സ് മാറ്റി വന്നിട്ട് കിടക്കാനുള്ള പ്ലാനായി. ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ടായിരുന്നത്, അപ്പൊ അതിനുള്ളിലൊന്നും വിസിബിൾ അല്ലായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, നൈറ്റ് വ്യൂ. അപ്പോൾ ഏകദേശം ഇങ്ങനെയായിരുന്നു നമ്മുടെ കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കുറച്ച് ഏർലി മോർണിംഗ് തന്നെ റെഡിയായി. നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഡിപ്പോന്റെ അടുത്തുള്ള വേറൊരു ഹോട്ടലിൽ, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. നല്ല യമ്മി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എല്ലാം ഞങ്ങൾക്ക് KSRTC അവിടുത്തെ കണ്ടക്ടർ ആൻഡ് ഡ്രൈവർ അവര് സജസ്റ്റ് ചെയ്ത ഹോട്ടലുകളിൽ നിന്ന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മൾ നല്ല രാത്രി കിടന്നിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഇനി നമ്മുടെ യാത്ര തുടർന്നു. നമ്മൾ മൂന്നാറത്തെ മെയിൻ കുറച്ച് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇതൊരു ഫോട്ടോ പോയിന്റ്, ലക്ഷ്മി ടീ എസ്റ്റേറ്റിന്റെ ഫോട്ടോ പോയിന്റ് ആണ്. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു നമ്മള്. പിന്നെ നമ്മൾ പോയത് മാട്ടുപ്പെട്ടി ഡാമിലേക്കായിരുന്നു. ഇതെല്ലാം യൂഷ്വലി വരുന്ന സ്ഥലങ്ങളാണെങ്കിലും ഈ KSRTCയുടെ ഒരു ഹൈറ്റിലുള്ള വ്യൂവിൽ നിന്ന് കാണുമ്പോൾ എല്ലാം കുറച്ചും കൂടി അധികം എക്സ്ട്രാ ഭംഗി കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിന്റെ അത് കൂടെയൊക്കെ നടന്ന് തിരിച്ച് നമ്മള് ബസ്സിൽ കയറി. അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ആണിറങ്ങൽ ഡാമാണ്. അവിടെ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടേക്ക് പോകുമ്പോഴും ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ചെറിയ റൂട്ടിലൂടെ ആയിരുന്നു KSRTC പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് വീഴോ താഴത്തോട്ട് പോവോന്ന് തോന്നിപ്പോവും. പക്ഷെ ഞങ്ങളുടെ ഡ്രൈവർ വാസ് സോ സ്കിൽഡ്, അയാൾ ഭയങ്കര ഡ്രൈവിംഗ് ആയിരുന്നു. അത്ര വലിയ വണ്ടീനെ ഭയങ്കര അനായാസമായിട്ടായിരുന്നു അയാൾ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പാസഞ്ചേഴ്സ് എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു. കുറെ പാട്ടൊക്കെ പാടി നമ്മളങ്ങനെ യാത്ര തുടർന്നു. നമ്മുടെ കണ്ടക്ടറിനെ കുറിച്ച് എടുത്ത് പറയേണ്ടതാണ്. നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാതെ യാത്ര ഭയങ്കര നൈസാക്കി കൊണ്ടുപോവാൻ ഇവര് ഇല്ലായിരുന്നെങ്കിൽ പറ്റില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ലൊക്കേഷന്റെ അടുത്തേക്ക് എത്തി. പിന്നെ നമുക്ക് ഈ KSRTC അല്ലെങ്കിൽ ബഡ്ജറ്റ് ടൂറിസം ഇത്തരം യാത്രകളൊക്കെ പോകുന്നതാണ് മെയിൻ കൺസേൺ സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും. അതൊന്നും ഒട്ടും ഒരു പ്രശ്നമായിട്ടേ തോന്നിയില്ല. ബാത്റൂംസും അതുപോലെ നമ്മുടെ കിടന്ന റൂമും എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിലൂടെ കിട്ടിയിരുന്നത്. പിന്നെ നമ്മൾ പോയത് ഗ്യാപ്പ് റോഡിലേക്കായിരുന്നു. ഗ്യാപ്പ് റോഡിൽ നിന്ന് കാണാൻ ഭയങ്കര ഭംഗി, കുറച്ചധികം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഒരു തണുത്ത കാറ്റുള്ളതുകൊണ്ട് നമ്മളവിടെ നിന്നു. ശേഷം നമ്മുടെ ഡിപ്പോന്റെ മുന്നിലൂടെ തന്നെ നമ്മൾ തിരിച്ചുള്ള യാത്ര തുടങ്ങുകയായി. അപ്പോൾ ഇതായിരുന്നു ഡിപ്പോ ഉണ്ടായിരുന്നത്. ഓടിപ്പോണതാണ് നമ്മുടെ കണ്ടക്ടർ. അങ്ങനെ നമ്മൾ തിരിച്ചുള്ള യാത്ര തുടർന്നു. അങ്ങനെ പോണ വഴിക്കാണ് ഒരു കാട്ടുതീ അവിടെ ഞാൻ കണ്ടത്. അതിന് റീസൺ എന്താണെന്ന് അറിയില്ല. അവിടെ കുറച്ച് ഭാഗം നല്ല രീതിയിൽ കത്തുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വഴിയിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. അതായിരുന്നു ഞങ്ങളുടെ ഷോർട്ട് ട്രിപ്പ്. So thank you. Do like, share, subscribe.